ദ മെയിൻ ചേഞ്ചസ് എന്നൊക്കെയായിരുന്നു ബിഫോർ 1991 വരെ ഗവൺമെൻറ് കൺട്രോളിലായിരുന്നു ബിസിനസ്സുകളൊക്കെ, ഇക്കോണമി പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ 1991 ശേഷം ലിബറലൈസേഷൻ വന്നു, മാർക്കറ്റ് ഓറിയൻറ്റഡ് എക്കോണമിയായി മാറി, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതലായി വർദ്ധിച്ചു വന്നു, ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പം ഗവൺമെൻറ് കൺട്രോൾഡ് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ചസ് വരുത്തി. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ്? ടു റെഗുലേറ്റ് ഫ്രെയിംവർക്ക് കൺസിസ്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസീസ്. എന്തൊക്കെയാണ് ഗവൺമെൻറ് പോളിസീസ് എന്തിനൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇക്കോണമി, ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പബ്ലിക് സെക്ടർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസീസ് ബിസിനസ് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസീസുകളാണ് RBI, TRI, IRDA, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI. ഇനി ബിസിനസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന നിയമങ്ങളാണ്. ബേസിക് ബിസിനസ് ലോയിൽ വരുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1972. അത് ഡീൽ ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് എങ്ങനെ ഫോം ചെയ്യണം, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ടീസ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് റെമഡീസ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി ഏജൻസി. ഇൻ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 പ്രകാരം ഡീൽ ചെയ്യുന്നത് സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് മൂവബിൾ ഗുഡ്സ്, കണ്ടീഷൻ ആൻഡ് വാറൻറ്റീസ്, റൈറ്റ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ണർഷിപ്പ് ഡിഫൈൻ പാർട്ണർഷിപ്പ് ആസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺ ടു ഷെയർ പ്രോഫിറ്റ്, ബിസിനസ് പ്രോഫിറ്റ്. അത് ഡിഫൈൻ ചെയ്ത് പാർട്ണർഷിപ്പ് ഒരു എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ പേഴ്സൺ ടു ഷെയർ ബിസിനസ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. അതിൽ മെയിൻ പോയിന്റ്സ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സ് ലയബിലിറ്റി, ഡിസൊല്യൂഷൻ ഓഫ് ഫോം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 പ്രകാരം അത് ഡീൽ ചെയ്യുന്നത് ചെക്ക്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്. അത് എന്തൊക്കെയാണ് റൂള് അതിനകത്ത് വരുന്നത്? പേയ്മെൻറ്റ് റൂൾസുകൾ, ട്രാൻസ്ഫേഴ്സ്, എൻഡോഴ്സ്മെൻറ്റ്. ഇനി Arbitration Act 1940 പ്രകാരം പ്രൊവൈഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ബിസിനസ് ഡിസ്പ്യൂട്ട് ത്രൂ arbitration. എൻവയോൺമെൻറ്റ് പ്രൊസീജിയർ പ്രൊട്ടക്ഷൻ ലോയിൽ വരുന്നത് എൻവയോൺമെൻറ്റ് ലോ എയിം ടു കൺട്രോൾ പൊല്യൂഷൻ കോസ്റ്റ് ബൈ ഇൻഡസ്ട്രീസ് കോസ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രീസ് കാരണം ഉണ്ടായിരിക്കുന്ന പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളാണ്. അതിൽ വരുന്നത് മേജർ പൊല്യൂഷൻ ടൈപ്പ് വരുന്ന എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ. ഇനി വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ, മെയിൻറ്റെയിൻ വാട്ടർ ക്വാളിറ്റി. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് അതിൽ വരുന്ന എസ്റ്റാബ്ലിഷ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB, എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കൺട്രോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്ചാർജ്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 പ്രകാരം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുക, ഹാംഫുൾ എമിഷൻസ് കൺട്രോൾ ചെയ്യുക. ഫീച്ചേഴ്സ് വരുന്ന ക്രിയേറ്റഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടാക്കി. ഇൻഡസ്ട്രീസ് നീഡ് പെർമിഷൻ ബിഫോർ റിലീസിങ് പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പെർമിഷൻ, ഇൻഡസ്ട്രീസിന് പെർമിഷൻ വേണം. കവേഴ്സ് നോയ്സ് പൊല്യൂഷൻ ഓൾസോ. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ് ലോ കവറിങ് എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, ഹസാർഡസ് സബ്സ്റ്റൻസ്. പവർ ഓഫ് ഗവൺമെൻറ് എന്തൊക്കെയാണ്? സെറ്റ് പൊല്യൂഷൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ഹസാർഡ് സബ്സ്റ്റൻസസ്, ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് വയലേറ്റേഴ്സ്. പെനാൽറ്റി എന്തൊക്കെയാണ്? ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈൻ ഫോർ വയലേഷൻ. നെക്സ്റ്റ് യൂണിറ്റ് 6 കോർപ്പറേറ്റ് ലോ പാർട്ട് 1. കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇംഗ്ലീഷ് കമ്പനി ലോ. ഇംഗ്ലീഷ് കമ്പനി ലോനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കമ്പനി ലോൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്, ഇന്ത്യൻ കമ്പനി ലോ ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം അതിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലോ വന്നിരിക്കുന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് 1850 പ്രകാരം ഫസ്റ്റ് ലോ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഏറ്റവും ആദ്യത്തെ നിയമമായിരുന്നു രജിസ്റ്റർ ഓഫ് ജോയിൻറ്റ് കമ്പനീസിൻ്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ നിയമം. റെക്കഗ്നൈസ്ഡ് കമ്പനീസ് ആസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ട് ഇതിനെ റെക്കഗ്നൈസ് ചെയ്തു കമ്പനീസിനെ. ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കമ്പനീസ് ആക്ട് 1857 പ്രകാരം ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. ബാങ്കിങ് കമ്പനീസ് വർ ഇനീഷ്യലി എക്സ്ക്ലൂഡഡ്. കമ്പനീസ് ആക്ട് 1866 പ്രകാരം കൺസോളിഡേറ്റഡ് ലോസ് റിലേറ്റഡ് ടു കമ്പനി ഫോർമേഷൻ, റെഗുലേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ്. കമ്പനീസ് ആക്ട് 1866
86 പ്രകാരം എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു എന്തൊക്കെ? കമ്പനി ഫോർമേഷൻ റെഗുലേഷൻ ആക്ടും വൈൻഡിംഗ് അപ്പ് ആക്ടും അതിൻ്റെ നിയമങ്ങളും കൂട്ടിച്ചേർത്തു. കമ്പനീസ് ആക്ട് 1913 പ്രകാരം ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് കമ്പനീസ് കൺസിഡറേഷൻ ആക്ട് 98 പ്രകാരം ആണ്. അതുകൊണ്ട് റെഗുലേറ്റഡ് ഇന്ത്യ കമ്പനീസ് അണ്ടിൽ 1956 വരെ എന്ത് ചെയ്തു? ഇന്ത്യൻ കമ്പനീസ് റെഗുലേറ്റ് ചെയ്തു. കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഇൻട്രൊഡ്യൂസ് ആഫ്റ്റർ റെക്കമെൻഡേഷൻ ഓഫ് ബാബ കമ്മിറ്റി. ബാബ കമ്മിറ്റി പ്രകാരം ബാബ കമ്മിറ്റിക്ക് ശേഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിക്കം ദ മെയിൻ ലോ ഗവേണിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കമ്പനീസുകളെ ഗവേൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട നിയമമായിട്ട് മാറി. ഇനി ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് കമ്പനീസ് ആക്ട് 1956 പ്രകാരമുള്ള പ്രധാനപ്പെട്ട നിയമവലികൾ എന്തൊക്കെയാണ്? ദ കമ്പനി ആക്ട് 1956 കണ്ടെയ്ൻസ് റൂൾസ് റിഗാർഡിംഗ് എന്തൊക്കെ? ഫോർമേഷൻ ഓഫ് കമ്പനീസ്. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ചെയ്യേണ്ട നിയമങ്ങളൊക്കെ അതിൽ കമ്പനി രജിസ്ട്രേഷൻസ്, പ്രിപ്പറേഷൻ ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെ നിയമങ്ങൾ, ഇൻക്രീസ് ഓഫ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, മാനേജ്മെൻറ്റ്, അതിൽ വരുന്ന അപ്പോയിൻമെൻറ്റ് ആൻഡ് പവർ ഓഫ് ഡയറക്ടേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്, മീറ്റിംഗ്സിൽ റൂൾസ് ഓഫ് കണ്ടക്ടിങ് ജനറൽ മീറ്റിംഗ്, റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ്, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, ആനുവൽ ഓഡിറ്റ് ബൈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്. Next, prevention of operation and management, protect shareholders from unfair practices, winding up procedure for closing company legal. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി മേജർ ചേഞ്ചസ് ഇൻ 1999 to 2001 ഇടയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, എക്കണോമിക് റീഫോംസ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ കമ്പനിയിലോ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ഇമ്പോർട്ടൻറ്റ് അമെൻഡ്മെൻറ്റ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിൽ വരുന്ന കമ്പനീസ് അമെൻഡ്മെൻറ്റ് ആക്ട് 1999 മെയിൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ബൈബാക്ക് ഷെയർസ്. കമ്പനി വർ അലൗഡ് ടു പർച്ചേസ് ദെയർ ഓൺ ഷെയർസ്. അവർക്ക് അവരുടെ സ്വന്തം ഷെയർ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം നൽകി, കമ്പനികൾക്ക് അതിനുള്ള അവകാശം നൽകി. നെക്സ്റ്റ്, ലിബറലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റെസ്ട്രിക്ഷൻ ഓൺ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺസ് വർ റെഡ്യൂസ്ഡ്. കമ്പനിയുടെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോൺസിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് കുറച്ചു. സെർട്ടിഫിക്കറ്റ് ഷെയർസ്, കമ്പനി കുഡ് ഇഷ്യൂ ഷെയർ ടു എംപ്ലോയീസ് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർ സ്കിൽസ്. എന്ത് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഷെയർ അലോ ചെയ്യാനുള്ള അലോ ചെയ്ത് കൊടുത്തു, അതിനുള്ള ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം കിട്ടി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഫോളോയിങ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബിക്കം കമ്പൽസറി. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാതെന്നുള്ളത് നിർബന്ധമായി. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്, ക്രിയേറ്റ് പ്രൊട്ടക്ട് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ്. അതുപോലെ നോമിനേഷൻ ഫെസിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് കുഡ് നോമിനേറ്റ് പേഴ്സൺ ടു റിസീവ് ബെനിഫിറ്റ്സ്. അവർക്ക് നോമിനേഷൻ നടത്താനുള്ള ഫെസിലിറ്റി കൊണ്ടുവന്നു. ഇനി കമ്പനീസ് അമെൻഡ്മെൻറ്റ് ആക്ട് 2000 പ്രകാരം ദിസ് അമെൻഡ്മെൻറ്റ് ഫോക്കസ്ഡ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 1 lakh, പബ്ലിക് കമ്പനി മിനിമം 5 lakh ആയി. പ്രൊട്ടക്ഷൻ ഓഫ് സ്മോൾ ഡെപ്പോസിറ്റേഴ്സ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ഫോർ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റിംഗ് അപ് ടു 20,000. അതുപോലെ ഷെൽഫ് പ്രോസ്പെക്ട്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കുഡ് ഇഷ്യൂ 1 prospects valid for 1 year. അതുപോലെ നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർ, പബ്ലിക് കമ്പനി വെർ അലൗഡ് ടു ഇഷ്യൂ ഷെയർ വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ്സ്. പോസ്റ്റൽ ബാലറ്റ്സ്, ഷെയർ ഹോൾഡേഴ്സ് കുഡ് വോട്ട് ത്രൂ പോസ്റ്റൽ ബാലറ്റ്സ് വഴി ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാം. ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ്, ഡയറക്ടർ മസ്റ്റ് കൺഫേം എന്തൊക്കെ ചെയ്യണം? പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ് മെയിൻറ്റെയിൻ ഉണ്ട്. അക്കൗണ്ടൻറ്റ് ഷോ ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻസ്, കമ്പനി ഫോളോ ലീഗൽ റിക്വയർമെൻറ്റ്സ്. അതുപോലെ ഓഡിറ്റ് കമ്മിറ്റി, ലാർജ് പബ്ലിക് കമ്പനീസ് മസ്റ്റ് ഫോം ഓഡിറ്റ് കമ്മിറ്റി എന്ത് ചെയ്യണം? ലാർജ് പബ്ലിക് കമ്പനികൾ ഓഡിറ്റ് ഫോം ഉണ്ടായിരിക്കണം. കംപ്ലൈൻസ് സർട്ടിഫിക്കറ്റ്, കമ്പനീസ് വിത്ത് ക്യാപിറ്റൽ ബിറ്റ്വീൻ 10 lakh to 2 crore വരെയുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? കംപ്ലൈൻറ്റ് സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി കമ്പനീസ് അമെൻഡ്മെൻറ്റ് ആക്ട് 2001 പ്രകാരം വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ബൈബാക്ക് ഷെയർസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കുഡ് അപ്രൂവ് ബൈബാക്ക് അപ് ടു 10% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്. അതുപോലെ ഓൺലി ബൈബാക്ക് അലൗഡ് വിത്തിൻ 365 days. ഇതൊക്കെയാണ് ഇത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ.
ഇനി മേജർ ചേഞ്ചസ് ഇൻ 2022 ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 2 ഇമ്പോർട്ടൻ്റ് അമെൻഡ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്, പുതിയ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഒന്നാണ് കമ്പനി അഥവാ അമെൻഡ്മെൻറ്റ് ആക്ട് 2002 ആൻഡ് കമ്പനീസ് സെക്കൻഡ് അമെൻഡ്മെൻറ്റ് ആക്ട് 2002. Companies Amendment Act 2002 producer companies. Another this amendment introduced the concept of producer companies. Producer companies എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് വരുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ കമ്പനീസ് ഫോംഡ് ബൈ ഫാമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഓർ പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഫോം ചെയ്തിരിക്കുന്ന ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സും കൂടിയാണ്. ഫാമേഴ്സോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കാം. പ്രൊഡക്ഷൻ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ minimum 10 individual producer or 2 producer institution can form a producer company. മിനിമം 10 പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ 2 പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടായിരിക്കണം ഈ ഒരു പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി. ഇറ്റ് വർക്ക് ലൈക്ക് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് വർക്ക് ചെയ്യണം. നെയിം എൻഡ്സ് വിത്ത് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. മെമ്പേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ഫോക്കസ് ഓൺ അഗ്രികൾച്ചർ, ഫാമിംഗ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചർ, ഫാമിങ്ങും ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഈ കമ്പനീസ് സെക്കൻഡ് അമെൻഡ്മെൻറ്റ് ആക്ട് 2002 പ്രകാരം മെയിൻ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ വന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ NCLT ക്രിയേറ്റഡ് ടു റിപ്ലേസ്, എന്തിനൊക്കെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി കമ്പനി ലോ ബോർഡ്, കമ്പനി കോർട്ട്, BIFR. റീഹാബിലിറ്റേഷൻ ആൻഡ് റിവൈവൽ ഫണ്ട് ക്രിയേറ്റഡ് ടു ഹെൽപ്പ് ടു സിക്ക് കമ്പനീസ് റിക്കവർ. സിക്ക് കമ്പനീസ് എന്ന് പറഞ്ഞാൽ പൊളിയാനായ, നല്ല ഫിനാൻഷ്യൽ പൊസിഷൻ ഇല്ലാത്ത, പുവറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിവൈവൽ ഫണ്ട്, യൂസ്ഡ് ഫോർ വർക്കേഴ്സ് ഡ്യൂ ടു റിവൈവൽ ആക്ടിവിറ്റീസ്. ന്യൂ ഗ്രൗണ്ട്സ് ഫോർ വൈൻഡിങ് അപ്പ്. എ കമ്പനി മേ ബി ക്ലോസ്ഡ്, കമ്പനിക്ക് ക്ലോസ് ചെയ്ത് പോകാം എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ. ഇഫ് fails to submit annual document for 5 years, it acts against national interest, it cannot become financially viable. കമ്പനി ക്ലോസ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ അവർ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ. ഇനി പ്രൊഫഷണൽ ലിക്വിഡേറ്റർ, ചാർട്ടേഡ് അക്കൗണ്ട്സ്, company secretaries, cost accountants and advocates can act as liquidator. ഇത്ര ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിയുടെ ലിക്വിഡേറ്ററായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. കമ്പനീസ് അഥവാ അമെൻഡ്മെൻറ്റ് ബിൽ 2003, ഇതിന് പറയുന്നത് ബിൽ എയിം ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൽ വരുന്ന മെയിൻ പ്രപ്പോസൽ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഷെൽ ആൻഡ് വാനിഷിംഗ് കമ്പനീസ്, better protection of investors, more independent directors, strong role for public issues, improved dividend rules. Next is SIC industrial companies, special provision ആണ്. Act is SICA 1985. SIC കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത, നല്ല ഓപ്പറേഷൻ ഇല്ലാത്ത പുവർ കമ്പനികളാണ്, പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള കമ്പനികളാണ് SIC കമ്പനി എന്ന് പറഞ്ഞത്. SICA വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഡീൽ വിത്ത് ഇൻഡസ്ട്രി സിക്നസ്. നീഡ് ഫോർ SICA, എൻ്റെ ആവശ്യം എന്താണ്? SICA വാസ് നീഡഡ് ബിക്കോസ് സിക്ക് കമ്പനീസ് കോസ്റ്റ്, സിക്ക് കമ്പനികൾ വരാൻ കാരണമായ എന്തൊക്കെ കാരണങ്ങളുണ്ട്? ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ലോസ് ഓഫ് പ്രൊഡക്ഷൻ, ലോസ് ഓഫ് ഗവൺമെൻറ് റവന്യൂ, ബ്ലോക്കിംഗ് ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട്സ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് സിക്ക് കമ്പനീസുകൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ ഇറ്റ് എയിം ടു റിവൈവ് പൊട്ടൻഷ്യൽ വയബിൾ കമ്പനീസ്. ഇത്തരത്തിലുള്ള കമ്പനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു SICA കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് SIC എന്താണ്? മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് സിക്ക് കമ്പനീസ് നേരത്തെ തന്നെ മനസ്സിലാക്കുക, പ്രൊവൈഡ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് നൽകുക, എംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, റിക്കവർ മണി, ഓഡിറ്റ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റേഴ്സിനും ബാങ്കിനും അവർ ഓൺ ചെയ്തിരിക്കുന്ന അവർ ബാധ്യതപ്പെട്ടിരിക്കുന്ന കൊടുക്കാൻ കടമുള്ള പണം അവരിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കുക. ഇനി അപ്ലിക്കബിലിറ്റി ആൻഡ് കവറേജ് ഓഫ് SIC, എങ്ങനെയാണ് അത് അപ്ലിക്കബിൾ ആകുന്നത്, അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? SIC applied to industrial companies registered under Companies Act, അതുപോലെ ഇൻഡസ്ട്രി രജിസ്റ്റേർഡ് അണ്ടർ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1951 പ്രകാരം. ഇത് ഡസ് നോട്ട് അപ്ലൈ ടു, ഇത് എവിടെയൊക്കെ നടപ്പിലാക്കാൻ സാധിക്കില്ല? കോർപ്പറേറ്റ് സൊസൈറ്റി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഷിപ്പിംഗ് ഇൻഡസ്ട്രീസിലും. സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ വിച്ച്
ഈസ് രജിസ്റ്റേർഡ് അറ്റ്ലീസ്റ്റ് 5 years ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. ഹാസ് അക്യൂമുലേറ്റഡ് ലോസ് ഈക്വൽ ടു ഓർ മോർ ദാൻ ഇറ്റ്സ് നെറ്റ്വർത്തിൽ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ കൂടുതലോ ആയിട്ട് നഷ്ടമുണ്ടായിട്ട് ലോസ് ആയിട്ടുള്ള 5 വർഷത്തിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ കണ്ടീഷൻ മസ്റ്റ് അത് കമ്പനി ആയിരിക്കണം, ഇൻഡസ്ട്രിയൽ കമ്പനി ആയിരിക്കണം, 5 വർഷത്തിൽ മിനിമം 5 വർഷമെങ്കിലും അത് എക്സിസ്റ്റഡ് ആയിരിക്കണം. ലോസ് മസ്റ്റ് ബി റെഡ്യൂസ് ഇറ്റ്സ് നെറ്റ്വർത്ത്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് SIC. അങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. റോൾ ഓഫ് BIFR ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. BIFR വാസ് ക്രിയേറ്റഡ് ടു ഹാൻഡിൽ സിക്ക് കമ്പനീസ്. കമ്പനീസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിക്ക് കമ്പനീസ് എക്സാമിൻ ചെയ്യുക, വെദർ റിവൈവൽ ഓർ അതിനെ റിവൈവ് ചെയ്തെടുക്കാൻ, തിരിച്ചെടുക്കാൻ, അതിനെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പോസിബിൾ ആണോ എന്നുള്ളത് തീരുമാനിക്കുക. ഓപ്പറേറ്റിംഗ് ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുക. പ്രിപ്പയർ റീഹാബിലിറ്റേഷൻ സ്കീംസ്. റെക്കമെൻഡ് വൈൻഡിങ് അപ്പ് ഇഫ് റിവൈവൽ ഈസ് ഇമ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ വൈൻഡിങ് അപ്പ് റെക്കമെൻഡ് ചെയ്യുക. ഇനി ഓപ്പറേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ഏജൻസി ഹെൽപ്പ് BIFR ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് ഏജൻസി എങ്ങനെയൊക്കെയാണ് BIFRനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് കമ്പനി കണ്ടീഷൻ, പ്രിപ്പയറിംഗ് റിവൈവൽ പ്ലാൻസ്, ഇംപ്ലിമെൻറ്റിംഗ് റീഹാബിലിറ്റേഷൻ സ്കീംസ്. എക്സാമ്പിൾ IDBI, ICICI, IFCI ബാങ്ക്സ്. നെക്സ്റ്റ് പ്രപ്പോസൽ ടു റിപ്പീൽ SICA. The company's second amendment Act 2002 proposed repealing SICA, transferring power of BIFR to National Company Law Tribunal. Next, Unit 2, Corporate Law, second part. Industries അഥവാ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് 1951 പ്രകാരം ദ ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ്. ഇറ്റ് ഗിവ്സ് പവർ ടു സെൻട്രൽ ഗവൺമെൻറ് ടു റെഗുലേറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ പവർ ലഭിക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻഷുർ പ്ലാൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുക, കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ്, പ്രിവെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ, പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയൻ ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി ഇതെങ്ങനെ അപ്ലിക്കബിൾ ആകുന്നത്? ദ ആക്ട് അപ്ലൈ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അപ്ലൈസ് ടു ഇൻഡസ്ട്രീസ് യൂസിങ് പവർ ആൻഡ് എംപ്ലോയിങ് 50 or more വർക്കേഴ്സ്. അതുപോലെ വിത്തൗട്ട് യൂസിങ് പവർ ആൻഡ് എംപ്ലോയിങ് 100 or more വർക്കേഴ്സ്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്, ഈ ആക്ട് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് മേ അപ്ലൈസ് ടു ഇൻഡസ്ട്രീസ് ലിസ്റ്റഡ് ഇൻ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദ ആക്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്. ഇൻഡസ്ട്രി യൂണിറ്റ് മസ്റ്റ് ബി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സർട്ടൻ ഇൻഡസ്ട്രീസ് റിക്വയർഡ് ഗവൺമെൻറ് ലൈസൻസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ഓപ്പറേഷൻസ്. ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ. ദ ഗവൺമെൻറ് ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ഇൻഡസ്ട്രീസ്. ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും പ്രൊഡക്ഷൻ ഈസ് ഡിക്ലൈൻഡ്, അതുപോലെ പ്രൈസ് ഇൻക്രീസിങ് അൺഫെയർ ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇൻഡസ്ട്രി ഈസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പറായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇതിനെതിരെ. ടേക്കിംഗ് ഓവർ മാനേജ്മെൻറ്റ്. ദ ഗവൺമെൻറ് ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് ആൻ ഇൻഡസ്ട്രി in public interest. ഇനി പ്രൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ. ഗവൺമെൻറ് ക്യാൻ റെഗുലേറ്റ് പ്രൊഡക്ഷൻ, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഇൻഡസ്ട്രി പ്രൊഡക്ട്സ്. അതോറിറ്റീസ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിൻ്റെ അണ്ടറിലുള്ള അതോറിറ്റീസ് എന്തൊക്കെയാണ്? സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ അഡ്വൈസ് ഗവൺമെൻറ് ആൻഡ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹെൽപ്സ് ഇൻഡസ്ട്രി ഇംപ്രൂവ് പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻസി. നെക്സ്റ്റ്, മൊണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, MRTP ആക്ട് 1969. MRTP Act was introduced to prevent unfair concentration of economic power and protect consumer. കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അൺനെസസറി ആയിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് കോൺസെൻട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് MRTP. ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് മാത്രം അൺനെസസറി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഇക്കണോമിക് കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പവറോ ലഭിക്കുന്നത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിലൂടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് മോണോപ്ലീസ് കുറക്കുക, ഇല്ലാതാക്കുക, കൺട്രോൾ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, പ്രൊട്ടക്ട് കൺസ്യൂമർ ഫ്രം അൺഫെയർ ബിസിനസ് മെത്തേഡ്, എൻകറേജ് ഫെയർ കോമ്പറ്റീഷൻസ്. ടൈപ്പ് ഓഫ് ട്രേഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് MTPയുടെ? These practice reduce competition. Monopolistic trade practice
എന്തൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്? ചാർജിങ് ഹൈ പ്രൈസസ്, വലിയ പ്രൈസസ് ചാർജ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ്റെ ലിമിറ്റിങ്, ക്രിയേഷൻ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ഉണ്ടാക്കിയിട്ട് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് അഥവാ RTP, മൊണോപ്പൊളിയുടെ ട്രേഡ് പ്രാക്ടീസിൽ വരുന്ന ഒന്നാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് അഥവാ RTP എന്ന് പറയുന്നത്. ദിസ് റെസ്ട്രിക്റ്റ് ഫ്രീ കോമ്പറ്റീഷൻ. അതിൽ വരുന്നതാണ് പ്രൈസ് ഫിക്സിങ്, ടൈ ഇൻ സെയിൽസ്, റെഫ്യൂസൽ ടു ഡീൽ, ടെറിട്ടറിയൽ റെസ്ട്രിക്ഷൻസ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് UTP അഥവാ ദീസ് ഡിസീവ് കൺസ്യൂമേഴ്സിനെ ഡിസീവ് ചെയ്യാണ്. എങ്ങനെയൊക്കെ? ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ് നൽകി, മിസ്ലീഡിങ് ക്ലൈംസ് നൽകി, സെല്ലിങ് അൺഫെയർ പ്രോഡക്ട്സ് നൽകി, ഹോർഡിങ്ങിലൂടെ. ഇനി MRTP കമ്മീഷൻ. MRTP കമ്മീഷൻ വാസ് റെസ്പോൺസിബിൾ ഫോർ, അവരെന്തിനൊക്കെ റെസ്പോൺസിബിളാണ്? ഇൻവെസ്റ്റിഗേറ്റിംഗ് അൺഫെയർ പ്രാക്ടീസസ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്, മോണോപ്പൊളീസ് കൺട്രോൾ ചെയ്യുന്നതിന്, ഇഷ്യൂയിങ് ഓർഡർ ടു സ്റ്റോപ്പ് ഇല്ലീഗൽ പ്രാക്ടീസസ്. ഇനി കോമ്പറ്റീഷൻ ആക്ട് 2002 പ്രകാരം ദ കോമ്പറ്റീഷൻ ആക്ട് റിപ്ലേസ്ഡ് ദ MRTP റിപ്ലേസ് ചെയ്ത് വന്നതാണ് കോമ്പറ്റീഷൻ ആക്ട്. ആൻഡ് ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് ഹെൽത്തി കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആക്ട് വന്നിരിക്കുന്നത്. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, പ്രൊട്ടക്ട് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, പ്രൊമോട്ട് ഫെയർ കോമ്പറ്റീഷൻ, എൻഷുർ ഫ്രീഡം ഓഫ് ട്രേഡ്. അങ്ങനെ മത്സരം, കമ്പനികൾ തമ്മിലുള്ള ഹെൽത്തി കോമ്പറ്റീഷന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഇതൊക്കെയാണ്. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് ദാറ്റ് ഹാം കോമ്പറ്റീഷൻ ആർ പ്രൊഹിബിറ്റഡ്. കോമ്പറ്റീഷനെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള എഗ്രിമെൻറ്റ്സ് എന്താണ്? പ്രൊഹിബിറ്റഡ് ആണ്. എക്സാമ്പിൾ പ്രൈസ് ഫിക്സിങ്, മാർക്കറ്റ് ഷെയറിങ്, കാർട്ടൽസ്. അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ. എ പവർഫുൾ കമ്പനി ഷുഡ് നോട്ട് മിസ്യൂസ് ഇറ്റ്സ് മാർക്കറ്റ് പൊസിഷൻ. എന്ത് ചെയ്യാൻ പാടില്ല? പവർഫുൾ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല? മാർക്കറ്റ് പൊസിഷന് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ ചാർജിങ് അൺഫെയർ ആയിട്ടുള്ള പ്രൈസസ് ചാർജ് ചെയ്തുകൊണ്ടും, പ്രിവെൻറ്റിങ് കോമ്പറ്റീറ്റേഴ്സ് ഫ്രം എൻട്രിങ് ദ മാർക്കറ്റ്, കോമ്പറ്റീറ്റേഴ്സിനെ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാതെ അവരെ പ്രിവെൻറ്റ് ചെയ്യുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ഇനി റെഗുലേഷൻ ഓഫ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്. ലാർജ് മെർജേഴ്സ് ദാറ്റ് മേ റെഡ്യൂസ് കോമ്പറ്റീഷൻ ആർ എക്സാമിൻഡ് ആൻഡ് കൺട്രോൾഡ്. ലാർജ് മെർജേഴ്സ് എന്ത് ചെയ്യും? കോമ്പറ്റീഷൻസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് കോമ്പറ്റീഷൻ ആർ എക്സാമിൻഡ് ആൻഡ് കൺട്രോൾഡ്. ലാർജ് മെർജർ എന്ത് ചെയ്യും? കോമ്പറ്റീഷൻസ് റെഡ്യൂസ് ചെയ്യും, അത് എക്സാമിൻ ചെയ്യും, കൺട്രോൾ ചെയ്യും. എക്സാമിൻ ആൻഡ് കൺട്രോൾഡ് ആയിരിക്കും. ഇനി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI എന്ന് പറഞ്ഞാൽ CCI ഈസ് എ അതോറിറ്റി അണ്ടർ ദ കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന അതോറിറ്റിയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻറ്റി കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ്, പ്രൊട്ടക്ട് മാർക്കറ്റ് കോമ്പറ്റീഷൻസ്, ഇമ്പോസ് പെനാൽറ്റീസ്, ഗിവ്സ് ഓർഡർ എഗെയിൻസ്റ്റ് അൺഫെയർ പ്രാക്ടീസസ്. നെക്സ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. ഫ്രം അൺഫെയർ ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് പ്രൊവൈഡ് ക്വിക്ക് സൊല്യൂഷൻ ഫോർ കൺസ്യൂമർ കൺസ്യൂമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ക്വിക്കായിട്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് അവരുടെ അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതിൽ വരുന്നത് പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ്, പ്രൊവൈഡ് സിമ്പിൾ കംപ്ലയിൻറ്റ്സ് പ്രൊസീജിയേഴ്സ്, അതുപോലെ കൺട്രോൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, പ്രൊവൈഡ് കോമ്പൻസേഷൻ ടു കൺസ്യൂമർ. ഈ കൺസ്യൂമർ റൈറ്റ്സിൽ വരുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, പ്രൊട്ടക്ഷൻ ഫ്രം ഡേഞ്ചറസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൈസ്, ക്വാളിറ്റി എന്നെല്ലാ നിലയിലുള്ള എല്ലാ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും അവർക്ക് ലഭിക്കാനുള്ള, അതിനെക്കുറിച്ച് അവർക്കുള്ള അറിവ് ലഭിക്കുക എന്നുള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ. കൺസ്യൂമർ ഹാവ് റൈറ്റ് ടു നോ, അവർക്ക് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ക്വാളിറ്റി, പ്രൈസ്, ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്ട്സ്. റൈറ്റ് ടു ചോയ്സ്, കൺസ്യൂമറിന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ്. റൈറ്റ് ടു റീ അഡ്രസ്സൽ, കൺസ്യൂമർ ക്യാൻ ഗെറ്റ് കോമ്പൻസേഷൻ ഫോർ ലോസ്, അവർക്കുണ്ടാക്കിയ നഷ്ടത്തിന് കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, കൺസ്യൂമറിന് ഷുഡ് നോട്ട് ദ റൈറ്റ്, അവരുടെ റൈറ്റ്സ് അവർ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇനി കൺസ്യൂമർ കംപ്ലയിൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്? കൺസ്യൂമർ എങ്ങനെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? കംപ്ലയിൻറ്റ്സ്
ക്യാൻ ബി ഫൈൽഡ് ബൈ ഇങ്ങനെയൊക്കെ ഫയൽ ചെയ്യാം. കൺസ്യൂമർ അസോസിയേഷൻ, ഗവൺമെൻറ് അതോറിറ്റീസ് വഴി കംപ്ലയിൻറ്റ് ചെയ്യാം. കൺസ്യൂമർ ഫോംസ് എന്ന് പറയുന്നത് ഫോറംസ് എന്തൊക്കെയാണ്? ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. ഇനി റിലീഫ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിഫക്റ്റീവ് ഗുഡ്സ്, അല്ലെങ്കിൽ റീഫണ്ട് ഓഫ് മണി, പണം തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഗുഡ്സ് റീപ്ലേസ് ചെയ്തിരുന്നത് കോമ്പൻസേഷൻ കിട്ടുക, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് അൺഫെയർ പ്രാക്ടീസസ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ക്രിയേറ്റഡ് അറ്റ് 3 ലെവൽസ്, 3 ലെവലായിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ഉള്ളത്. സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് കൺസ്യൂമർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, കൺസ്യൂമർ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇനി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955 പ്രകാരം ദ ആക്ട് കൺട്രോൾ ദ പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്. നമ്മുടെ ദൈനംദിന ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനും സപ്ലൈയും ഡിസ്ട്രിബ്യൂഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻഷുർ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അത്യാവശ്യ വസ്തുക്കൾ കറക്റ്റായിട്ട് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. പ്രിവെൻറ്റ് ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ഹോർഡിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുക. പ്രൈസസ് കൺട്രോൾ ചെയ്യുക. പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഫുഡ് ഗ്രെയിൻസ്, മെഡിസിൻസ്, ഫ്യൂവൽ, ടെക്സ്റ്റൈൽസ്, അതർ നെസസറി ഗുഡ്സ്. പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെയാണ്? ദ ഗവൺമെൻറ് ക്യാൻ കൺട്രോൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ, ഫിക്സ് പ്രൈസസ്, റെഗുലേറ്റ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇഷ്യൂ ലൈസൻസ്, സീസ് ഇല്ലീഗൽ സ്റ്റോർഡ് ഗുഡ്സ്. പിടിച്ചെടുക്കാൻ, ഇല്ലീഗലായി സ്റ്റോർ ചെയ്തിരുന്ന ഗുഡ്സിനെ പിടിച്ചെടുക്കാനുള്ള റൈറ്റ്സും ആർക്കുണ്ട്? പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. ഇനി ഒഫൻസ് ബൈ കമ്പനീസ്. ഇഫ് എ കമ്പനി വയലേറ്റ് ദ ആക്ട്, ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ കമ്പനി വയലേറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ ദ റെസ്പോൺസിബിൾ ഓഫീസർ ക്യാൻ ബി പണിഷ്ഡ്. റെസ്പോൺസിബിൾ ഓഫീസർ എന്ത് ചെയ്യും? അവരെ പണിഷ് ചെയ്യും, അവർക്ക് പെനാൾട്ടി നൽകും. കമ്പനിയുമേ ഫേസ് ലീഗൽ ആക്ഷൻ. കമ്പനി എന്ത് ചെയ്യും? ലീഗൽ ആക്ഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് യൂണിറ്റ് 8 ലേബർ ലെജിസ്ലേഷൻ. ലേബർ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിൻ്റെ മീൻസ് ലോസ് മെയ്ഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ റൈറ്റ്സും ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ലേബർ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻ, കറക്റ്റായിട്ടുള്ള അവർക്ക് നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കണ്ടീഷൻ, പ്രൊവൈഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻ, ഫെയർ വേജസ്, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഹാസ് മെയിൻലി ലേബർ ലോസ് കവറിങ് ഇന്ത്യക്ക് പലതരത്തിലുള്ള ലേബർ ലോസ് ഉണ്ട്. അതെന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്? ഫാക്ടറീസ്, വേജസ്, എംപ്ലോയ്മെൻറ്റ്, ട്രേഡ് യൂണിയൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. ലേബർ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ലേബർ ലോ മെയിൻലി ഡീൽ ചെയ്യുന്ന എന്തൊക്കെയാണ്? വർക്കിംഗ് കണ്ടീഷൻ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, വർക്കിംഗ് ഹവേഴ്സ്, വെൽഫെയർ ഫെസിലിറ്റീസ്, വേജസ് ആയിട്ടുള്ള മിനിമം വേജസ് കിട്ടുന്നുണ്ടോ? പേയ്മെൻറ്റ് ഓഫ് വേജസ് എങ്ങനെയാണ്? ബോണസ് ആൻഡ് ഈക്വൽ പേ, സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ടുള്ള കോമ്പൻസേഷൻ, ഇൻഷുറൻസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. ലോസ് റിലേറ്റഡ് ടു ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് റിലേറ്റഡ് നിയമങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടറീസ് ആക്ട് 1948. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് വർക്കേഴ്സ് ഇൻ ഫാക്ടറീസ് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. മെയിൻ പ്രൊവിഷൻസ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, ക്ലീൻ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ലൈറ്റിനിങ്, കറക്റ്റായിട്ടുള്ള വായുസഞ്ചാരവും ലൈറ്റിനിങ് ഒക്കെ കറക്റ്റായിട്ടുള്ള വെളിച്ചമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷനാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. വെൽഫെയർ ഫെസിലിറ്റീസ്, റെഗുലേഷൻ ഓഫ് വർക്ക് ഹവേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ വർക്കേഴ്സ്. അതർ ഇൻഡസ്ട്രി സ്പെസിഫിക് ലോസ് നോക്കാം. മൈൻസ് ആക്ട് 1952. ഇത് പ്രൊവൈഡ് സേഫ്റ്റി മെഷേഴ്സ്, മെഡിക്കൽ ഫെസിലിറ്റി, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് വെൽഫെയർ ഫെസിലിറ്റീസ്. പ്ലാന്റേഷൻ ലേബർ ആക്ട് 1961 പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നത് ഹൗസിംഗ് ഫെസിലിറ്റീസ്, മെഡിക്കൽ കെയർസ്, വെൽഫെയർ ഫെസിലിറ്റീസ് ഫോർ പ്ലാന്റേഷൻ വർക്കേഴ്സ്. കോൺട്രാക്ട് ലേബർ ആക്ട് 1970 പ്രകാരം റെഗുലേറ്റ് എംപ്ലോയീസ് ഓഫ് കോൺട്രാക്ട് വർക്കേഴ്സ്. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് 1955 പ്രകാരം പ്രൊവൈഡ് സർവീസ് പ്രൊട്ടക്ഷൻ ഫോർ ജേർണലിസ്റ്റ്. അതുപോലെ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ് ലോ പ്രകാരം വർക്കിംഗ് അവേഴ്സ്, ഹോളിഡേയ്സ്, ലീവ് ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലോ പ്രകാരം. ലോ റിലേറ്റഡ് ടു വേജസ് ആൻഡ് ബോണസ്. വേജസും ബോണസും റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? മിനിമം വേജസ് ആക്ട് 1948 പ്രകാരം ദിസ് ആക്ട് ഫിക്സ്ഡ് മിനിമം എമൗണ്ട് ഓഫ് വേജസ് ദാറ്റ് എംപ്ലോയ് മസ്റ്റ് പേ വർക്കേഴ്സ്. എംപ്ലോയീസ് മിനിമം വേജസ് എംപ്ലോയി മസ്റ്റായിട്ട് വർക്കേഴ്സിന് നൽകേണ്ട മിനിമം വേജസ് ആണ്
മിനിമം വേജസ് ഇതിൽ ഫിക്സ് ചെയ്യുകയാണ് ഈ ആക്ട് പ്രകാരം. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ, വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്തെന്ന് ഇല്ലാതാക്കുക, റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എൻഷുർ ചെയ്യുക, പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ലോ വേജസ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം വേജസ് ആർ ഫിക്സ്ഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മിനിമം വേജസ് ഫിക്സ് ചെയ്യുന്നത്. വേജസ് മേ ഇൻക്ലൂഡ് ബേസിക് പേ ആൻഡ് അലവൻസ്. റേറ്റ്സ് ക്യാൻ ബി റിവൈസ്ഡ് പീരിയോഡിക്കലി. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 പ്രകാരം പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ടൈംലി പേയ്മെൻറ്റ് ഓഫ് വേജസ് ടു വർക്കേഴ്സ്. കറക്റ്റായിട്ട് എല്ലാ ടൈമിലും പറഞ്ഞിരിക്കുന്ന സമയത്തിനകത്ത് വർക്കേഴ്സിന് കിട്ടുക എന്നുള്ളതാണ് ഉറപ്പ് വരുന്നത്. മെയിൻ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഓൺ എ ടൈം, അൺഫെയർ ഡിഡക്ഷൻ ആർ പ്രൊഹിബിറ്റഡ്, എംപ്ലോയി മസ്റ്റ് മെയിൻറ്റെയിൻ വേജ് റെക്കോർഡ്സ്. അലവൻസ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻസ്, ഡാമേജ് ഓഫ് അലൗഡ് ഡിഡക്ഷൻസ്, അതിന് അവർക്ക് കൊടുക്കുന്ന വേജസിന് കുറക്കാൻ അലോ ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻസ് ഇതൊക്കെയാണ്. ഫൈനുകൾ ഡിഡക്ട് ചെയ്യാം, ഡാമേജ് ഓർ ലോസ് ഡിഡക്ട് ചെയ്യാം, അഡ്വാൻസസ് ആൻഡ് ലോൺസും. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 പ്രകാരം പ്രൊവൈഡ് ബോണസ് ടു എംപ്ലോയീസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഓർ പ്രൊഡക്ടിവിറ്റിയോ പ്രോഫിറ്റോ ബേസ് ചെയ്തിട്ട് എംപ്ലോയീസിന് ബോണസ് നൽകുന്നത്. എലിജിബിലിറ്റി, അതിന് കിട്ടാനുള്ള എലിജിബിൾ ആവാൻ വേണ്ടി എലിജിബിലിറ്റി എന്തൊക്കെയാണ്? എംപ്ലോയി മസ്റ്റ് വർക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 30 days വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്ലൈസ് ടു എംപ്ലോയി ഏർണിംഗ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ബോണസ്, മിനിമം ബോണസ് 8.33% ആണ്, മാക്സിമം ബോണസ് 20% ആണ്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 പ്രകാരം പ്രൊവൈഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കേഴ്സ്. ഈക്വൽ പേയ്മെൻറ്റ്, ഈക്വൽ വർക്കേഴ്സിന് ഒരേ പേയ്മെൻറ്റ് നൽകുന്നത്, ഒരേ തരത്തിലുള്ള പേയ്മെൻറ്റ് നൽകുന്നത്, ഏറ്റക്കുറച്ചിലില്ലാതെ. ഈക്വൽ വർക്കിന് ഈക്വൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് നൽകുന്നത്. പ്രിവെൻറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇത് പ്രിവെൻറ്റ് ചെയ്തു. ഇറ്റ് അപ്ലൈസ് ടു വേജസ്, റിക്രൂട്ട്മെൻറ്റ്, പ്രൊമോഷൻസ്, ട്രാൻസ്ഫേഴ്സ്. നെക്സ്റ്റ്, social security legislation. Social security laws provide financial protection to workers during illness, injury, retirement and death, retirement, injury, illness എന്നീ അവസ്ഥകളിൽ, ആ സമയങ്ങളിൽ വർക്കേഴ്സിന് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. വർക്കേഴ്സ് കോമ്പൻസേഷൻ ആക്ട് 1923 പ്രകാരം പ്രൊവൈഡ് കോമ്പൻസേഷൻ ടു വർക്കേഴ്സ് ഫോർ employment injuries and occupation diseases. Employers liabilities. Employer must pay compensation if injury occurs during employment. വർക്ക് ചെയ്യുന്ന സമയത്താണ് അയാൾക്ക് വർക്കറിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർ എന്ത് ചെയ്യണം? കോമ്പൻസേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. കോമ്പൻസേഷൻ ഡിപ്പെൻഡ് ഓൺ ടൈപ്പ് ഓഫ് ഇഞ്ചുറി, ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി, വർക്കേഴ്സ് വേജ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ESI പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് മെഡിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസിന് ഫിനാൻഷ്യൽ മെഡിക്കൽ ബെനിഫിറ്റ്സ് നൽകുന്നത്. അതിൽ വരുന്ന ബെനിഫിറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, സിക്നസ് ബെനിഫിറ്റ്സ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്സ്, പിന്നെ ഡിപ്പെൻഡൻസ് ബെനിഫിറ്റ്. മാനേജ്ഡ് ബൈ ആരാണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ESIC ആണ്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എംപ്ലോയീസ് നൽകുന്നതിന് വേണ്ടിയാണ്. ഫീച്ചേഴ്സിന് എംപ്ലോയി ആൻഡ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊവൈഡ്സ് സേവിങ്സ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുറ്റി ആക്ട് 1972 പ്രകാരം ഗ്രാറ്റുറ്റി ഈസ് എ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പെയ്ഡ് ടു എംപ്ലോയി ഫോർ ലോങ് സർവീസുകൾ. കുറേ വർഷം നീണ്ടുനിന്ന ലോങ് സർവീസിന് പകരമായിട്ട് അയാൾക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നൽകുന്നതാണ് ഗ്രാറ്റുറ്റി. കണ്ടീഷൻസ് 5 ഇയേഴ്സിൽ കൂടുതൽ, മിനിമം 5 ഇയേഴ്സിലും കണ്ടിന്യൂ സർവീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പെയ്ഡ് അറ്റ് റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ ഓർ ഡെത്ത്, ആ സമയത്തായിരിക്കും പേ ചെയ്തിരിക്കുക. കാൽക്കുലേഷൻ 50 days വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് നിലനിർത്തുന്നതിന് വേണ്ടിയും കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും. നെക്സ്റ്റ്, ട്രേഡ് യൂണിയൻ ആക്ട് 1926. ട്രേഡ് യൂണിയൻ ഇസ് എൻ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ വർക്കേഴ്സ് ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ വർക്കേഴ്സ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അതാണ് ട്രേഡ് യൂണിയൻ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് വർക്കേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക, എംപ്ലോയേഴ്സുമായിട്ട് നെഗോഷിയേഷൻ നടത്തുന്നതിന് വേണ്ടി, വർക്കേഴ്സ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് 1947 പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ആൻഡ് സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്.
പ്രിവെൻറ്റ് ചെയ്യും സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മെത്തേഡ് ഓഫ് സെറ്റിൽമെൻറ്റ് കൺസിലിയേഷൻ. ഗവൺമെൻറ് ഓഫീസേഴ്സ് ഹെൽപ്പ് ബോത്ത് പാർട്ടീസ് ടു റീച്ച് എഗ്രിമെൻറ്റ് എത്താൻ വേണ്ടി ഗവൺമെൻറ് ഓഫീസേഴ്സ് ഹെൽപ്പ് ചെയ്യും. ആർബിട്രേഷൻ, തേർഡ് പാർട്ടി ഗീവ്സ് ഡിസിഷൻ, തേർഡ് പാർട്ടി എന്ത് ചെയ്യും ഡിസിഷൻ നൽകും. അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ആൻഡ് ട്രൈബ്യൂണൽസ് ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ്. കോർട്ട്സും അല്ലെങ്കിൽ ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യും ആ ഡിസ്പ്യൂട്ട്സ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ത് ചെയ്യും ഡിസൈഡ് ചെയ്യും. ഇതാണ് 3 തരത്തിലുള്ള സെറ്റിൽമെൻറ്റ്. അതോറിറ്റീസ് അണ്ടർ ദിസ് ആക്ട്, അതിന് അണ്ടറിലുള്ള അതോറിറ്റീസ് എന്തായിരിക്കണം? വർക്ക്സ് കമ്മിറ്റി, വർക്കേഴ്സിൻ്റെ കമ്മിറ്റീസ് ഉണ്ടാവും, കൺസലേഷൻ ഓഫീസർ ഉണ്ടാവും, ലേബർ കോർട്ട്സ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ് ഉണ്ടാവും, നാഷണൽ ട്രൈബ്യൂണൽസ് ഉണ്ടാവും. സ്ട്രൈക്സ് ആൻഡ് ലോ കോഡ്സ്. ദ ആക്ട് റെഗുലേറ്റ്സ് വർക്കേഴ്സ് സ്ട്രൈക്സ്, എംപ്ലോയി ലോ കോഡ്സ്. എംപ്ലോയി ലോ കോഡ്സും വർക്കേഴ്സ് സ്ട്രൈക്സും ആക്ട് ചെയ്യുന്ന അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റാണ്. certain strikes and lockouts are illegal during pending disputes. Pending disputes ഉണ്ടാകുന്ന സമയത്ത് സ്ട്രൈക്സും ഇല്ലീഗൽ ആണ്. ലേ ഓഫ് ആൻഡ് റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു നോട്ടീസ് കോമ്പൻസേഷൻ. അവരെ ഒഴിവാക്കുന്നതിന് മുമ്പ് ലേ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവർക്ക് നോട്ടീസ് നൽകണം, കോമ്പൻസേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് അഥവാ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946 പ്രകാരം പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ക്ലിയർലി ഡിഫൈൻ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇറ്റ് കവേഴ്സ് എന്തൊക്കെ അതിൽ കവർ ചെയ്യുന്നുണ്ട്? വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ലീവ് റൂൾസ് എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ടെർമിനേഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിംഗ് അലോങ് വിത്ത് മാനേജ്മെൻറ്റിൻ്റെ കൂടെ തന്നെ വർക്കേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, give workers a sense of responsibility. Next, schemes of workers participation. വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയുള്ള സ്കീംസ് എന്തൊക്കെയാണ്? വർക്ക്സ് കമ്മിറ്റി deal with the daily workplace issues, promote cooperation, join management councils, discuss important management decisions, representation of boards, workers get representation in company boards, shop and enterprise councils, introduce 1975 introduced and to encourage worker participants at different levels. അപ്പം ഇത്രയൊക്കെയാണ് വർക്ക് പാർട്ടിസിപ്പേഷൻ സ്കീംസിൽ വരുന്ന കാര്യങ്ങൾ.